നമസ്കാരം, UK മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. NHS ജീവനക്കാരുടെ ജോലി സമ്മർദ്ദവും ക്ഷീണവും രോഗികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതായി റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ NHS ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന അതിതീവ്ര ക്ഷീണവും ജോലി സമ്മർദ്ദവും രോഗികളുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാണെന്ന് ഹെൽത്ത് സർവീസ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബോഡി മുന്നറിയിപ്പ് നൽകുന്നു. നീണ്ട ഷിഫ്റ്റുകൾ, വിശ്രമമില്ലായ്മ, ജോലിഭാരം തുടങ്ങിയവ മൂലം ജീവനക്കാർ ക്ഷീണിതരാകുന്നുണ്ട്. ഇത് മരുന്ന് പിഴവുകൾ, തെറ്റായ തീരുമാനങ്ങൾ, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. തെറ്റായ ഗർഭാശയ സ്കാനും കീമോതെറാപ്പി, മരുന്ന് പിഴവും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ക്ഷീണം ജീവനക്കാർക്കും അപകടകരം തന്നെ. ജോലി കഴിഞ്ഞ് വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നതും റോഡ് അപകടങ്ങൾ മരണമടയുന്നതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 12 മണിക്കൂർ രാത്രി ഷിഫ്റ്റിന്റെ 3-ാം ദിവസം രാത്രി 2 മണിക്ക് ശേഷം ജീവൻ രക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയില്ലാതാവുന്നു. ഒരു ഡോക്ടർ ഇതാണ് വെളിപ്പെടുത്തിയത്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ ഡോക്ടർ ലത്തീഫ പട്ടേൽ മെച്ചപ്പെട്ട ഷിഫ്റ്റ് ഡിസൈനും വിശ്രമ സൗകര്യങ്ങളും ആവശ്യമാണെന്നും വ്യക്തമാക്കി. ജീവനക്കാരുടെ കുറവ് പ്രധാന പ്രശ്നമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. NHS ഇംഗ്ലണ്ട് ജീവനക്കാർക്ക് വഴക്കമുള്ള ജോലി സമയം, മാനസികാരോഗ്യ പിന്തുണയും നൽകി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അറിയിച്ചു. NHSലെ സ്റ്റാഫ് കുറവ് രോഗികളുടെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നു. യൂണിസൺ നടത്തിയ സർവേയിൽ 69% ഷിഫ്റ്റുകളിലും സ്റ്റാഫ് കുറവെന്ന് കണ്ടെത്തൽ. UKയിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ ജീവനക്കാരുടെ കുറവ് രോഗികളുടെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നതായി പുതിയ സർവേ റിപ്പോർട്ട്. യൂണിസൺ നടത്തിയ ഒരു സർവേയിൽ 69% ഷിഫ്റ്റുകളിലും ജീവനക്കാരുടെ എണ്ണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തി. 2 വർഷം മുൻപ് 63% ഈ കണക്ക് വർദ്ധിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ 42 ആശുപത്രികളിൽ നടത്തിയ സർവേയിൽ നഴ്സുമാർ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ, മിഡ്വൈഫുകൾ എന്നിവർ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 1470 ഷിഫ്റ്റുകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. മാതൃത്വ പുനരധിവാസ വാർഡുകളിൽ ജോലി ചെയ്യുന്ന 81% ജീവനക്കാരും വൃദ്ധ സംരക്ഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന 82% പേരും ജീവനക്കാരുടെ കുറവ് മൂലം സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. 55% ഷിഫ്റ്റുകളിലും റെഡ് ഫ്ലാഗ് സംഭവങ്ങൾ, അതായത് ഗുരുതരമായ സുരക്ഷാ ഭീഷണികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജീവനക്കാരുടെ കുറവുള്ള ഷിഫ്റ്റുകളിൽ ഇത്തരം സംഭവങ്ങൾ കൂടുതലായിരുന്നു. രോഗികൾക്ക് 30 മിനിറ്റിൽ കൂടുതൽ വേദന സംഹാരികൾ നൽകുന്നതിൽ വൈകുന്നത് പോലുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64% ജീവനക്കാർ ഈ കുറവ് തങ്ങളുടെ NHS ട്രസ്റ്റിനെ അറിയിച്ചെങ്കിലും അവരിൽ 20% പേർക്ക് മാത്രമാണ് തൃപ്തികരമായ പ്രതികരണം ലഭിച്ചത്. 54% പേർ തങ്ങളുടെ ആശങ്കകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് അധികൃതർ നടപടിയെടുക്കില്ലെന്ന വിശ്വാസം മൂലമാണെന്നും വ്യക്തമാക്കി. യൂണിസൺ നാഷണൽ നഴ്സിംഗ് ഓഫീസ് സ്റ്റുവർട്ട് ടെക്യൂട്ട് പറഞ്ഞു. ഈ കണക്കുകൾ കാണിക്കുന്നത് NHSലെ ജീവനക്കാരുടെ എണ്ണം സ്ഥിരമായ ഭയാനകമായ തോതിൽ കുറവാണെന്നാണ്. ഇത് രോഗികളുടെ സുരക്ഷയ്ക്കും ജീവനക്കാരുടെ ക്ഷേമത്തിനും വലിയ ഭീഷണിയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.